ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹെയർ സ്ട്രൈറ്റ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള രീതികളും അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് നമ്മളിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഫിലിപ്സിൻ്റെ ആണ് കേട്ടോ. ഈ കമ്പനി ഇത് എറൗണ്ട് ഒരു 1500 സംതിങ് വരും. പിന്നെ ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ കേട്ടോ ഹീറ്റ് അപ്പ് ചെയ്യണത്. ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഇതിനില്ല. ഒരു ബട്ടണിലാണ് നമ്മളിത് ഫുൾ ഹീറ്റ് അപ്പ് ചെയ്യുന്നത്. ഇത് വരുന്നത് പ്ലാറ്റിനം ആണ് കേട്ടോ. ഇത് പ്ലാറ്റിനം ആണ് ഇതിൻ്റെ പ്ലേറ്റ് വരുന്നത്. അത്യാവശ്യം എൻ്റെ ഹെയറിന് ഇത് നന്നായിട്ട് ഇത് സ്മൂത്ത് ആക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളോ ഡാമേജ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് ഉപയോഗിച്ചിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം നമ്മളൊരു ഹോണസ്റ്റ് റിവ്യൂ എന്ന് വെച്ച രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കത് കൊള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാണ് ഞാൻ എങ്ങനെ ഉപയോഗിച്ച്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഹെയർ നല്ലോണം വാഷ് ചെയ്ത് ഒരു 3/4 ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം അതൊന്ന് ചീവി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഹെയർ സ്ട്രെയിറ്റർ ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റീവ് സ്പ്രേ ഉപയോഗിക്കണം, പ്ലസ് ഒരു ഹെയർ സിറവും ഉപയോഗിച്ചിരിക്കണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, അത് മറക്കരുത്. നമ്മുടെ ഹെയർ ഡാമേജ് ആയി പോവും. അപ്പോൾ നല്ലോണം നമ്മുടെ ജടയെല്ലാം തീർത്തതിന് ശേഷം, എൻ്റെ അത്യാവശ്യം നല്ലൊരു കേളി ഹെയർ ആണ്. എൻ്റെ ഹെയറിലെ ജടയെല്ലാം ഞാൻ ഇപ്പോൾ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം നല്ല ചീവി വൃത്തിയാക്കിയ ശേഷം നമുക്ക് പാർട്ടായിട്ട് ചെയ്യാൻ എനിക്ക് അധികം മുടിയില്ലാത്ത കാരണം പാർട്ടാക്കണില്ല. ജസ്റ്റ് ഒന്ന് ഹെയർ എടുത്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കണം ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഹീറ്റ് പ്രൊട്ടക്റ്റീവ് സ്പ്രേ ആണിത്. ഇത് നമ്മൾ ഓഫറിന് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല വിലയേറെയാണ്, നമുക്ക് ഓഫറിന് കിട്ടിയതാണ്. അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹെയറിൽ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്ര ഡാമേജ് കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. വളരെ നല്ല സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 വട്ടമൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിതുവരെയായിട്ട് ഒരു ഡാമേജോ കാര്യങ്ങളോ ഹെയർ ഫോളോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം സിൽക്കി ഒക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞാനത് കാണിച്ചു തരാം ഏതൊക്കെ ഉപയോഗിക്കുന്നുള്ളത്. പറ്റുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇനിയിപ്പോൾ ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് ഹെയർ പാർട്ടായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ വീഡിയോത്തെ വോയിസ് ഞാനിപ്പോൾ ഇത് ഇടുന്നില്ല. അത് അത്യാവശ്യം ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഒരു പകുതി ഞാനിപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഹെയർ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം സ്ട്രെയിറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്, ഒരു നാച്ചുറൽ ലുക്ക് പോലെയും കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ആക്കിയത് പോലെയും തോന്നണില്ല. അങ്ങനെ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. അധികം സ്ട്രെയിറ്റ് അല്ല, അധികം കേളിയും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. നമ്മുടെ ഹെയർ ഒരു നാച്ചുറൽ ലുക്കിൽ കിടക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സിറം തേച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൺസിൽക്കിൻ്റെ ഒരു ഹെയർ സിറം ആണ്. അപ്പോൾ അത് ഇച്ചിരി എടുത്തിട്ട് ഞാൻ ഹെയറിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി സ്മൂത്ത് ആൻഡ് കുറേ നേരം ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 6-7-8 മണിക്കൂർ ഏകദേശം എനിക്ക് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ട്. ഈ സിറമൊക്കെ ഈ പ്രോസസ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു ഓർഡറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ഒരു 8 മണിക്കൂറോളമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ മറ്റേ ഹെയറിലും കൂടി അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ കാണിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം എല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഹെയർ സിറം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് മാത്രമേ ഇങ്ങനെ എടുക്കണുള്ളൂ. ഒന്ന് നല്ലോണം എല്ലായിടത്തും ഒന്ന് തേച്ച് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ട്. വേറെ ഒരു നമ്മുടെ ഫേസിന് ആണെങ്കിൽ അതേ ഒരു വേറൊരു ലുക്ക് തരുന്നുണ്ട് നമ്മുടെ ഹെയറിന്. നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി പോലെ കിടക്കുന്നുണ്ട്. അത് ഹെയർ സിറമൊക്കെ തേച്ച് ഒന്നുകൂടി ഒന്ന്
സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നത് കേട്ടോ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രഷിൻ്റെ. അതെനിക്ക് അത്യാവശ്യം ഇത്രയും നേരം നമുക്ക് ലാസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് വളരെയധികം കുറേ നേരം നമുക്ക് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പോൾ ഇങ്ങനൊരു റിവ്യൂ ആയിട്ട് വീണ്ടും വന്നത് കേട്ടോ. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. എൻ്റെ ഹെയർ ടെക്സ്ചറൊക്കെ മാറി എനിക്ക് ഒത്തിരി ഹാപ്പി കേട്ടോ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ബൾബ് കത്തിയ പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണോ, എത്തരം വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരെ ബൈ.